കൊച്ചി മെട്രോയുടെ ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി നടന്നു. ആലുവ മുട്ടം യാർഡിൽ നിന്ന് കളമശ്ശേരി വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് മെട്രോ ട്രെയിൻ ഓടിച്ചത്. മുട്ടം യാർഡിൽ നിന്ന് വൈകിട്ട് 4 മണി മുതലാണ് ആദ്യ പരീക്ഷണ ഓട്ടത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. സിഗ്നലിംഗ് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ കാത്തിരിപ്പിന്റെ ദൈർഘ്യം കൂട്ടി. കളമശ്ശേരി വരെ പോയി തിരിച്ചെത്തിയ പരിശോധനാ വാഹനം പച്ച സിഗ്നൽ നൽകിയതോടെയാണ് പരീക്ഷണ ഓട്ടം തുടങ്ങിയത്. 6 മണിയോടെയാണ് ട്രെയിൻ ചലിച്ചു തുടങ്ങിയത്. മുട്ടമയാടിൽ തയ്യാറാക്കിയ റാമ്പ് വഴിയാണ് ട്രെയിൻ പാളത്തിലേക്ക് എത്തിച്ചത്. പരമാവധി 10 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ നീങ്ങിയത്. പലയിടങ്ങളിലായി നിർത്തി സാങ്കേതിക തകരാറുകളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഓട്ടം പൂർത്തിയാക്കിയത്. പിന്നീട് കളമശ്ശേരിയിൽ നിന്ന് മുട്ടത്തേക്കും ട്രെയിൻ തിരികെ ഓടിയെത്തി. നവംബർ 1-ന് മെട്രോ യാത്രയ്ക്ക് സജ്ജമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മെട്രോ സർവീസിന് വേണ്ടിയുള്ള കൂടുതൽ ട്രെയിനുകൾ ഏപ്രിൽ മാസത്തിലെത്തും. ഇതിന് മുന്നോടിയായുള്ള 6 മാസക്കാലവും തുടർച്ചയായി ട്രെയിൽ റൺ നടക്കും. ആദ്യം കളമശ്ശേരി വരെയും ക്രമേണ ദൈർഘ്യം വർദ്ധിപ്പിച്ച് പത്തടിപ്പാലം, ഇടപ്പള്ളി, പാലാരിവട്ടം എന്നിവിടങ്ങളിലേക്കും ട്രെയിൽ റൺ നടത്തും. റെയിൽവേ സേഫ്റ്റി കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതിന് ശേഷമായിരിക്കും കൊച്ചി മെട്രോ സർവീസിന് സജ്ജമാവുക. കാത്തിരിപ്പ് സഫലമാക്കി കൊച്ചിയുടെ നിരത്തിനു മുകളിൽ മെട്രോ ട്രെയിൻ ഓടിത്തുടങ്ങി. മെട്രോയിലെ യാത്രയ്ക്കായി ഇനി മാസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം പ്രേംലാൽ, മീഡിയ 1, കൊച്ചി.